പുനലൂർ സർവകലാശാല PSC യൂട്യൂബ് ചാനലിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ചുമ്മാ ഒരു ക്വസ്റ്റ്യൻ. അതിന് മുമ്പായിട്ട് പുനലൂർ നമ്മുടെ PSCയുടെ ഓഫ്ലൈൻ ക്ലാസ് നടക്കുന്നുണ്ട്. പുനലൂർ KSRTC സ്റ്റാൻഡിന് സമീപത്താണ്. അപ്പം നിങ്ങൾക്ക് വന്ന് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സർവകലാശാല PSC നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ കൂടുതൽ ഡീറ്റെയിലിന് നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതിയാവും. അപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഒരു ക്വസ്റ്റ്യൻ, 2022 എന്ന വർഷത്തിന് സമാനമായ വർഷം ഏത്? അതാണ് ക്വസ്റ്റ്യൻ. 2022 എന്ന വർഷത്തിന് സമാനമായ വർഷം, അതായത് എല്ലാ വർഷവും ഇങ്ങനെ പല സമയങ്ങളിലായി ആവർത്തിച്ച് വരും. എന്നുവെച്ചാൽ അതായത് ഏത് തീയതി നോക്കിയാലും ഒരേ ദിവസമായിരിക്കും. മീൻസ് ഇപ്പം നമ്മളൊരു വർഷത്തിലെ ഓഗസ്റ്റ് 10 തിങ്കളാണെന്ന് കാണുന്നത്. അപ്പം അതിന് സമാനമായ കലണ്ടറിലും ഓഗസ്റ്റ് 10 തിങ്കളായിരിക്കും. അങ്ങനെ ഇപ്പം നിങ്ങളുടെ ബർത്ത്ഡേ ഒരു വർഷത്തിൽ തിങ്കളാഴ്ച ആഘോഷിച്ച് പിന്നീട് തിങ്കളാഴ്ച ആഘോഷിക്കുന്നത് അതിന് സമാനമായ വർഷമാകാം. ഓക്കെ, അപ്പോൾ ഒരേ തീയതികൾക്ക് ഒരേ ദിവസം വരുന്നതാണ് സമാനമായ കലണ്ടർ. അതവിടെ നിൽക്കട്ടെ, കൂടുതൽ കൺഫ്യൂഷൻ ആക്കണ്ട. 2022 എന്ന വർഷത്തിന് സമാനമായ കലണ്ടർ ഏത്? അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് തന്നേക്കുന്ന വർഷത്തിനെ 4 കൊണ്ട് ഹരിക്കണം. 4 കൊണ്ട്, അതാണ് ആദ്യത്തെ ജോലി. ഇതിന് സമാനമായ കലണ്ടർ കണ്ടെത്താൻ. അപ്പൊ നമുക്ക് 5 എടുക്കാം. 5 4 20, അടുത്ത ആളെ താഴോട്ട് ഇറക്കി. 2 4 അടങ്ങത്തില്ല, 0 കൊടുത്തോണ്ട് അടുത്ത ആളെ ഇറക്കി. 22 4 5 തവണ അടങ്ങും. 5 4 20, ശിഷ്ടം 2. ഓക്കെ, അപ്പൊ കിട്ടുന്ന ശിഷ്ടമാണ് നിങ്ങൾ നോക്കേണ്ടത്. നമുക്ക് കിട്ടുന്ന ശിഷ്ടം ശ്രദ്ധിച്ച് മനസ്സിലായിക്കോ. നമുക്ക് കിട്ടുന്ന ശിഷ്ടം 1 ആണെങ്കിൽ, 4 കൊണ്ട് ഹരിക്കപ്പോൾ കിട്ടുന്ന ശിഷ്ടം 1 ആണെങ്കിൽ നമ്മൾ തന്നേക്കുന്ന വർഷത്തിനോടൊപ്പം ഒരു 6 കൂട്ടിയ സമാനമായ കലണ്ടർ കിട്ടും. ഇനി നമുക്ക് കിട്ടിയേക്കുന്ന ശിഷ്ടം 2 അല്ലെങ്കിൽ 3, ഇവയിൽ ഏതെങ്കിലും ആണെങ്കിൽ നിങ്ങൾ 11 കൂട്ടിയാൽ മതിയാവും. ഇനി മുമ്പിലുള്ളത് ഒരു ലീപ്പ് ഇയർ ആണെങ്കിൽ ഓർ 0 ശിഷ്ടം വന്നാൽ നിങ്ങൾ അതിനോടൊപ്പം ഒരു 28 കൂട്ടിയാൽ മതിയാവും. ഓക്കെ, ഇത് തെറ്റിപ്പോകുന്ന ചില സാഹചര്യങ്ങളുണ്ട്. പക്ഷെ ആ സാഹചര്യം വെച്ച് PSC ചോദിച്ചിട്ടില്ല. നിങ്ങൾക്ക് എൻ്റെ ഡീറ്റെയിൽ അറിയണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഒരു വീഡിയോയുടെ. അപ്പം അത് കയറി ഒന്ന് ചെക്ക് ചെയ്താൽ മതിയാവും. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരം ഇതിനകത്തുണ്ട്. ഇത് നമ്മുടെ PSC പരീക്ഷയിൽ മുന്നിൽ നിർത്തിയുള്ള ചോദ്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി മാത്രം തയ്യാറാക്കിയിട്ടുള്ള ക്ലാസ് ആണ്. ഓക്കെ, അപ്പം 2022 നമ്മൾ 4 കൊണ്ട് ഹരിക്കുന്നു, ശിഷ്ടം 2 കിട്ടുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ 2022 എത്ര കൂട്ടണം? 2022 ശിഷ്ടം 2 ആണെങ്കിൽ 11 കൂട്ടണം. അപ്പൊ 11 കൂട്ടപ്പോൾ നമുക്ക് കിട്ടുന്നത് 2033 എന്നാണ്. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്, ഓപ്ഷൻ ബി. അപ്പൊ 2022 സമാനമായ കലണ്ടറാണ് 2033. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചുമ്മാ 1-2 ദിവസത്തിനൂടെ നോക്കിയാലോ. 2025 സമാനമായ കലണ്ടർ ഏത്? 2025 സമാനമായ കലണ്ടർ. അപ്പൊ നമുക്ക് 2025 4 കൊണ്ട് ഹരിക്കണം. 4 കൊണ്ടൊന്ന് ഹരിക്കാം. 5 4 20, 2 0 5 6 4 24, 1 ശിഷ്ടം. 1 ആണെങ്കിൽ നമ്മൾ കൂട്ടേണ്ടത് 6 ആണ്. ശരിയല്ലേ? 1 ആണെങ്കിൽ 6 കൂട്ടണം. അപ്പോൾ നമുക്ക് 2031 കിട്ടും. അപ്പൊ 2025 2031 സെയിം കലണ്ടർ ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് 2024 സമാനമായ കലണ്ടർ നോക്കാം. അവസാനത്തെ 2 ഡിജിറ്റ് നിങ്ങൾ ഓർക്കുക, ഒരു 4ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ, ലാസ്റ്റ് 2 ഡിജിറ്റ് 4ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ഉറപ്പിച്ചോ അതൊരു ലീപ്പ് ഇയർ ആയിരിക്കും. അതിവർഷമാണെങ്കിൽ 28 കൂട്ടിയാൽ മതിയാവും. നിങ്ങൾ 4 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 0 വരും. അപ്പൊ 2024 സമാനമായ കലണ്ടർ കണ്ടെത്താൻ നിങ്ങൾ ജസ്റ്റ് ഒരു 28 കൂട്ടിയാൽ മതിയാവും. 8 4 12 1, 2 2 4 1 5 0 2, 2052 എന്ന് ലഭിക്കും. എന്ന് വെച്ചാൽ 2024 സമാനമായ കലണ്ടർ 2052 ആണ്. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് 1875 സമാനമായ കലണ്ടർ ഒന്ന് കണ്ടുപിടിച്ചാലോ. 1875. അപ്പൊ 1875 നമ്മൾ 4 കൊണ്ട് ഹരിക്കുന്നു. അപ്പൊ 4 4 16, 2 7, 6 4 24, 1 5, 4 3 12, 3 ശിഷ്ടം. 3 ആണെങ്കിൽ നമ്മൾ കൂട്ടേണ്ടത് 11 തന്നെയാണ്. ഇപ്പൊ 11 കൂട്ടുക. 6 8 8 1, 1886. സംഭവം മനസ്സിലായോ? അപ്പൊ ഇതിന് സമാനമായ കലണ്ടറാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പഠിച്ചത്. പരീക്ഷയ്ക്ക് ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കാം. ഇപ്പൊ രാമു 2010 ബർത്ത്ഡേ ആഘോഷിച്ചത് ഒരു തിങ്കളാണ്. അങ്ങനെയാണ് തുടർന്ന് രാമു തിങ്കളാഴ്ച ബർത്ത്ഡേ ആഘോഷിക്കുന്ന വർഷം ഏത്? അപ്പൊ ഇതിന് സമാനമായ കലണ്ടർ കണ്ടുപിടിച്ചാൽ പോരെ? മതിയോ? ആലോചിച്ച് നോക്ക്. അപ്പോൾ വീണ്ടും കാണാം.
പുതിയ കഥയുമായി.